എന്റെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 3 മുസ്ലിംസാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ അതിനാണ് നോമ്പെടുത്ത് മുറിക്കുന്നതൊക്കെ. ഹോസ്റ്റൽ ലൈഫ് ആയതുകൊണ്ട് അറിയാല്ല, വീടൊക്കെ ശരിക്കും മിസ് ചെയ്യും. വീടും പള്ളി ആ ഒരു നോമ്പ് സെറ്റപ്പും കൂട്ടുകാരും തറാവി അതെല്ലാം മിസ് ചെയ്യും. എന്നാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. ഇന്ന് നോമ്പ് മുറിക്കാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാൻഡ്വിച്ച് ഐറ്റംസ് ആണ്. കൂടെ ഈത്തപ്പഴവും വെള്ളവും സ്പ്രൈറ്റ് ഒക്കെ ഉണ്ടായി. ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പള്ളി ഉണ്ടെങ്കിലും ബാങ്ക് വിളിക്കുന്ന ഇങ്ങനെ കേൾക്കാറില്ല. അതുകൊണ്ട് ഫോണിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ തന്നെ ബാങ്ക് വിളിക്കും, ഇല്ലെങ്കിൽ നാട്ടിൽ വിളിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഹോസ്റ്റൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറ്. ഇനി കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് തട്ടുകട എന്ന് പറഞ്ഞൊരു മലയാളി കടയുണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്കാണ് പോയത്. ഈ കാണുന്ന പൊതിപ്പുട്ട് എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കാനാണ് പോയത്. ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഈ സാധനം അവിടെ അവൈലബിൾ ആവുള്ളൂ. പുട്ടും ബീഫും പപ്പടവും കൂടെ വെച്ച് വാഴയിലെ വെച്ച് എന്തോ ആവി കയറ്റി തരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ചെന്ന ഉടനെ ഒരു പൊതിപ്പുട്ട് എടുത്ത് തരാൻ പറഞ്ഞവർ ഒരിക്കലും തരില്ല. ഏകദേശം 1 മണിക്കൂറോളം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ റെസ്റ്റിനൊക്കെ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ തലേ ദിവസം പോയപ്പോൾ പറഞ്ഞത്. തലേ ദിവസം പോയപ്പോൾ ഇവരെനിക്ക് തന്നില്ല. പിറ്റേ ദിവസം വിളിച്ച ഓർഡർ ഒക്കെ ചെയ്തിട്ടാണ് പോയത്. ഏകദേശം 2 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.